CA ഫൗണ്ടേഷൻ ലോ പേപ്പറിൽ നിങ്ങൾക്ക് മാർക്സ് മിസ്സാവുന്നുണ്ടെങ്കിൽ ഇത് ലോ സബ്ജക്റ്റിലുള്ള നോളേജ് കുറവ് കാരണം കൊണ്ട് തന്നെ ആവണമെന്നില്ല. പല സിറ്റുവേഷൻസിലും നിങ്ങൾ എന്താണോ നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഇടുന്നത്, ഡ്യൂ ടു ദാറ്റ് റീസൺ ഓൾസോ ഇത് സംഭവിക്കാം. വാട്ട് ഡസ് ദാറ്റ് എക്സാക്ട്ലി മീൻ? മൈസെൽഫ് CA ഷാനുൽ ഉസ്മാൻ, എ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ലോ എന്നുള്ള സബ്ജക്റ്റ് 15 years ആയി ടീച്ചിങ് ഫീൽഡിൽ. ആൻഡ് ഞാനൊരു സ്റ്റുഡൻസ് ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി, സ്റ്റുഡൻറ്റ് സപ്പോർട്ട് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. വെർബൈ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഡൗട്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എക്സാമിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക, എന്തൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, മാർക്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ റെഗുലർ ബേസിസിൽ ഡിസ്കഷൻ നടന്നു പോകുന്നുണ്ട്. യു ഹാവ് ജോയിൻഡ് ഇറ്റ്, ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തുതരാം. വെൻ ഐ സേ ആൻസർ ഷീറ്റിൽ ICAI എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവില്ല എന്ന് പറയുമ്പോൾ വാട്ട് ഡസ് ദറ്റ് എക്സാക്ട്ലി മീൻ? അതിന് ഇത് അസർട്ടൈൻ ചെയ്യുന്ന നമ്മൾ ഏറ്റവും ഓത്തൻറ്റിക് സോഴ്സ് വുഡ് ബി ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്താ പറയാനുള്ളത് നോക്കാം. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റ് പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ നമുക്ക് വി ഹാവ് ദിസ് സജസ്റ്റഡ് ആൻസേഴ്സ് എല്ലാം നമ്മൾ എടുക്കാൻ പോകണം. സജസ്റ്റഡ് ആൻസേഴ്സ് ഫൗണ്ടേഷനിൽ പോയി കഴിഞ്ഞാൽ ഐ എം ടേക്കിംഗ് January 26 ഓവർ ഹിയർ. വൈ January 26 പറഞ്ഞുതരാം. January 26 എക്സാമിൻ്റെ ഈ ഏരിയ സമ്മറി ഓഫ് എക്സാമിനേഴ്സ് കമൻറ്റ്, ഈ ഡോക്യുമെൻ്റാണ് നമ്മൾ റെഫർ ചെയ്യാൻ പോകുന്നത്. അത് January 26 എടുത്തത് May 26 എടുക്കാത്ത May 26 റിലീസ്ഡ് ആയിട്ടില്ല. സോ വെൻ യു കം ടു ദാറ്റ് ഏരിയ, ആ ഡോക്യുമെൻ്റാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. വേർ ബൈ സ്റ്റുഡൻസ് എക്സാം എഴുതിയതിൻ്റെ ബേസിസിൽ ഇവാലുവേറ്റേഴ്സിന് എന്താണ് ഒരു ഓവറോൾ സമ്മറി പറയാനുള്ളത്, ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താണ് കോമൺ ആയിട്ട് പറയുന്നത് എന്നുള്ളത്. ആൻസറിങ് ദ ക്വസ്റ്റ്യൻ ഇൻ എ ജനറലൈസ്ഡ് മാനർ. എക്സാമിനീസ് റിസോർട്ടഡ് ടു, എക്സാമിനീസ് ആരാ? എക്സാം എഴുതുന്ന ആൾക്കാർ. നിങ്ങൾ റിസോർട്ടഡ് ടു ആൻസറിങ് ദ ക്വസ്റ്റ്യൻ ജനറൽ മാനറിലാണ് ആൻസർ എഴുതിയിട്ടുള്ളത്. ഓക്കെ. ആൻസേഴ്സ് വെർ നോട്ട് അപ് ടു ദി മാർക്ക്. വാട്ട് യു മീൻ ബൈ അപ് ടു ദി മാർക്ക്? ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിട്ടില്ല. അതെങ്ങനെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ് ടു ദി മാർക്ക്? ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലെവൽ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക്. വൺ ഓഫ് ദി മെയിൻ തിങ് സജസ്റ്റഡ് ആൻസേഴ്സ്. പിന്നെ മോസ്റ്റ് എക്സാമിനീസ് വർ അണേബിൾ ടു സ്റ്റേറ്റ് ദി പ്രൊവിഷൻ. ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഇത് ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അവർ മാർക്ക് ചെയ്യുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2 അതിൽ 2A പിന്നെ ഇവിടെ സബ് പോയിന്റ് 2. അപ്പോൾ അതിൽ were not able to state the provisions of section 6 of LLP. പിന്നെ most were unable to explain that many examinees wrote their answers in a generalized manner. നമ്മൾ നേരത്തെയും കണ്ടു. Unable to correctly apply the provision. What do you mean by apply the provision? ആ നിയമത്തിൽ എന്താണ്, ആ സെക്ഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ പ്രോപ്പർലി കോട്ട് ചെയ്തിട്ടില്ല എന്നാണ് മേലെ പറയണത്. അത് നിങ്ങളിവിടെ പ്രോപ്പർലി അപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ പറയണത്. എന്താണ് ഈ പ്രോപ്പർലി കോട്ട് ചെയ്യുക, എന്താണ് പ്രോപ്പർലി അപ്ലൈ ചെയ്യുക നോക്കാം നമുക്ക്. വിൽ ജസ്റ്റ് കണ്ടിന്യൂ റീഡിങ്. അണേബിൾ ടു അപ്ലൈ ദി പ്രൊവിഷൻസ്, അണേബിൾ ടു സ്റ്റേറ്റ് ദ കറക്റ്റ് ലീഗൽ പ്രൊവിഷൻ, മോസ്റ്റ് എക്സാമിനേഴ്സ് ആർ അണേബിൾ ടു ക്ലിയർലി സ്റ്റേറ്റ് ദ പ്രൊവിഷൻ. സെക്ഷൻ നമ്പർ എന്നല്ല പറഞ്ഞിട്ടോ, ആ സെക്ഷൻ്റെ പ്രൊവിഷനിൽ, അതായത് നിയമത്തിൽ എന്താ പറയുന്നത് നിങ്ങൾ കോട്ട് ചെയ്തിട്ടില്ല. Examinees tend to answer the question in generalized manner. Most were unable to properly explain the provision. Most examinees are unable to state these conditions. What are we trying to say? See, entire type of questions നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചില ടോപ്പിക്സിന് ഡിഫറൻസ് ബിറ്റ്വീൻ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പൊതുവെ ഇപ്പോൾ ഇതിലുള്ള ഒപ്പീനിയൻസ് പറയണത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസിലൊക്കെ സ്റ്റുഡൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതി എന്നുള്ളത് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളും എക്സ്പേർട്ട് ആയിരിക്കും. നമ്മൾ സ്കൂളിലും നമ്മൾ പഠിച്ചതൊക്കെ പലപ്പോഴും ബൈഹാർട്ട് പഠിക്കാൻ ചിലപ്പോൾ നമ്മൾ എക്സ്പേർട്ട് ആയിരിക്കും. എന്നോട് തന്നെ പല സ്റ്റുഡൻസ് പറയാറുണ്ട്, സാറേ ഞാൻ ലോ ഒരുപാട് വട്ടം ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് വുഡ് ബി യൂസ്ഫുൾ ഇൻ സോൾവിങ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പാരഗ്രാഫ് ആവാം, പോയിന്റ്സ് ആവാം, എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ തന്നിട്ടുള്ളത് നമുക്ക് അതേപോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ്, അവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ അനാലിറ്റിക്കൽ സ്കില്ല് ടെസ്റ്റ് ചെയ്യണത്. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുക? കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവിഷൻ എഴുതും, പിന്നെ നമ്മൾ ഫാക്റ്റ് എഴുതും, പിന്നെ നമ്മൾ അനാലിസിസ് എഴുതും, ആൻഡ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ എഴുതും. ഇതെന്താ സാധനം? പ്രൊവിഷൻ. ഞാൻ കുറച്ചിവിടെ സാമ്പിൾസും വെച്ചിട്ടുണ്ട് കേട്ടോ. വെർബൈ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പ്രൊവിഷൻ അതായത് നിയമം എന്താ പറയണത്? ഒരു സാധനം, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിയമം എന്താ പറയുന്നത് നമ്മൾ ഫസ്റ്റ് എഴുതി കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മിസ്റ്റർ എൽ ലെറ്റ് ഔട്ട് ആളെ റെസിഡൻഷ്യൽ ഹൗസ് ടു മിസ്റ്റർ എം 50,000 റുപ്യക്ക് റെൻറ്റിന് കൊടുത്തു. എന്നിട്ട് റെൻറ്റ് എഗ്രിമെൻറ്റ് ഇലക്ട്രിസിറ്റി ബില്ല് എല്ലാണ് ബെയർ ചെയ്യുക. എൽ എന്ന് പറഞ്ഞാൽ ലാൻഡ് ലോഡ് ആട്ടോ. പക്ഷേ അയാളത് പേ ചെയ്തില്ല, 5 മാസം ഡ്യൂ ആയി, അയാളെ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് കാരണം. എന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ത് ചെയ്തു? നോട്ടീസ് അയച്ചു ഡിസ്കണക്ഷന്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് പെയ്ഡ് വിത്തിൻ വീക്ക് ടൈം, ഒരാഴ്ചത്തെ സമയം കൊടുത്തിട്ട് അത് പേ ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? അത് ഡിസ്കണക്ട് ചെയ്യും. ടു അവോയ്ഡ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എം എന്ത് ചെയ്തു? പേയ്മെൻറ്റ് നടത്തി വിത്ത് പെനാൽറ്റി. ലേറ്റർ അപ്പോൾ
എല്ല് അടക്ക എന്ന് ക്ലിയർലി ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റ്, ഇയാളാണ് ഓണർ, ഇയാൾ ടെനൻറ്റ്, അടക്കാന്ന് ക്ലിയർലി എഗ്രിമെൻറ്റിൽ പറഞ്ഞതാണ്. ആ എമൗണ്ടാണ് ഇയാൾ അടച്ചത്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ അബൌട്ട്? ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ എമ്മിന് എല്ലിൻ്റെ ഇടുന്ന പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. വാട്ട് ഇസ് ദിസ്? സെക്ഷൻ 69 ഇത് നമ്മൾ കോസി കോൺട്രാക്റ്റിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇയാൾ ലീഗലി ബൗണ്ടായിട്ട് അടക്കേണ്ട ഒരു എമൗണ്ട്, അത് ഞാൻ അടച്ചാൽ, ഞാൻ എന്തിനടച്ചു? ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു. ഇത് അടച്ചിട്ടില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒരു ബോർഡ് കട്ട് ചെയ്ത് കണക്ഷൻ കട്ട് ചെയ്യും. അപ്പോൾ എനിക്കാണ് അവിടെ ബുദ്ധിമുട്ടുണ്ടാവുക. അല്ലാതെ ഞാൻ വോളണ്ടറിലി വെറുതെ എൻ്റെ ഫ്രണ്ടിനെ സഹായിക്കാവുന്ന രീതിയിലല്ല, ഞാൻ അതിലൊരു ഇൻട്രസ്റ്റഡ് പാർട്ടി ആയിരുന്നു. മറ്റേ ആൾ ലീഗലി ബൗണ്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഞാൻ അടച്ചു കഴിഞ്ഞാൽ, അയാളുടെ ബിഹാഫിൽ ഞാൻ അടച്ചു കഴിഞ്ഞാൽ, കോസി കോൺട്രാക്ട് പ്രകാരം എനിക്ക് ഇത് ഇയാളുടെ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അതാണ് നിയമം, പ്രൊവിഷൻ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സെക്ഷൻ നമ്പർ അറിയില്ല, കുഴപ്പമില്ല, കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വെനൈസെ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് യു 100% ഷുവർ അബൌട്ട് സെക്ഷൻ നമ്പർ, അത് കോട്ട് ചെയ്യാം. അതിനുള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജും അതിൻ്റെ മാർക്സും അത് സെപ്പറേറ്റ് തന്നെയാണ്, അത് ഡിഫറെൻ്റ് തന്നെയാണ്. ഇഫ് യു 100% ഷുവർ കോട്ട് ചെയ്യാം. അറിയില്ല എങ്കിൽ എന്തെങ്കിലും പൊട്ട സെക്ഷൻ നമ്പർ എഴുതി കൊടുത്തിട്ട്, ഇപ്പോൾ സെക്ഷൻ 69 നിങ്ങൾ 67 എഴുതി കൊടുത്തിട്ട് അതിൻ്റെ ആൻസർ പ്രൊവിഷൻ എല്ലാം ഒരു റോങ് നമ്പർ കോട്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രൊവിഷൻസ് എഴുതി കഴിഞ്ഞാൽ അവിടെ ഇറ്റ്സ് എ സീരിയസ് ഒഫൻസ്. നിങ്ങൾക്ക് നല്ല മാർക്ക് അവിടെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളൊരു ഡബിൾ നെഗറ്റീവ് ഇംപ്രഷനാണ് ഈ വയലേറ്ററിന് കൊടുക്കണം. നിങ്ങൾക്ക് സെക്ഷൻ 67 അറിയില്ല, ഇതും അറിയില്ല, അത് രണ്ടും തമ്മിലൊരു ബന്ധമില്ല. ഡോണ്ട് ഡു ദാറ്റ്. 100% ഷുവർ കോട്ട് ചെയ്യണം നല്ലതാണ്. കാരണം ഇപ്പോൾ വെൻ വി റീഡ് ഓൾ ദീസ് തിങ്സ്, ഇത് ജനറൽ ആയിട്ട് എഴുതിയത്, പല സ്റ്റുഡൻസും അത് എന്താണ് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രശ്നം നമുക്ക് ബാക്കി സബ്ജക്ട്സിൽ വരാനില്ല. കാരണം അക്കൗണ്ട്സിൽ ഒരു സ്ട്രിക്റ്റ് ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിസ്ക്രൈബ് ചെയ്ത ടെംപ്ലേറ്റ്, ആ ഫോർമാറ്റ് അങ്ങനെ ചെയ്താൽ മതി. ബാക്കി രണ്ടെണ്ണം അവിടെ MCQ ആണ്. ഈ പ്രശ്നം ഏതിൽ മാത്രമേ വരുള്ളൂ? ഈ പ്രശ്നം നമ്മൾ തിയറി സബ്ജക്റ്റ് ആയ ലോ പേപ്പറിൽ മാത്രമേ വരുന്നുള്ളൂ. ഇൻ ദ സ്റ്റേജ് ഫൗണ്ടേഷനിൽ ഹൗ ടു സോൾവ് ഇറ്റ്? സെക്ഷൻ നമ്പർ അറിയാമെങ്കിൽ അത് കോട്ട് ചെയ്യുക, ആഡഡ് ഇംപ്രഷനാണ്. പക്ഷെ അറിയില്ല, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, കമ്പൽസറി അല്ല. നൗ സാറേ സബ്സെക്ഷനൊക്കെ പഠിക്കണോ? സി ദാറ്റ് ഇസ് അത്രയും എക്സ്ട്രീം ഹയർ ലെവൽ. ഐ മീൻ കം ഓൺ, സെക്ഷൻ നമ്പർ ഇറ്റ് സെൽഫ് ഇഫ് യു കോട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അതർവൈസ് അത് കുഴപ്പമില്ല. കമ്മിങ് ബാക്ക്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെനെവർ നമ്മൾ സജസ്റ്റ് ആൻസേഴ്സ് ഏതെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു സെക്ഷൻ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡോർമെന്റ് കമ്പനി 455, ഫോറിൻ കമ്പനി 2+42. ഇഫ് യു നോ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു ക്യാൻ കോട്ട്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ പ്രൊവിഷൻ നിയമം എന്താ പറയണത്? അപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ നമ്പർ അറിയില്ല. അപ്പോൾ നമ്മൾ ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കാര്യങ്ങൾ ഫുള്ള് നമ്മൾ എഴുതി കൊടുത്തു. ദാറ്റ് ഇസ് പ്രൊവിഷൻ പാരഗ്രാഫ്. ഫാക്ട് എന്താ സംഭവം? ഫാക്ട്, അപ്പോൾ ആദ്യം നിയമം എന്താ പറയണത് അത് നമ്മൾ എഴുതി കൊടുത്തു. ഫാക്ട് എന്താ? ഫാക്ട് ഈ ക്വസ്റ്റ്യനിൽ എന്താ സംഭവിച്ചത് എന്നുള്ളതാണ് ഫാക്ട്. അത് നമ്മൾ സമ്മറി ആയിട്ട് ഷോർട്ടായിട്ട്, ഒരുപാട് വലിച്ചു വാരി എഴുതാൻ നിൽക്കരുത്. ഡാറ്റ അവർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് നമ്മൾ സമ്മറി ആയിട്ട് ഷോർട്ടായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ അനാലിസിസ് പാർട്ടിൽ ഈ പ്രൊവിഷൻ ഈ ഫാക്റ്റിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആവും ഇതൊക്കെ അവർ ഇവാലുവേറ്റേഴ്സ് പോയിന്റിൽ ചില പോയിന്റ് നമ്മൾ പ്രൊവിഷൻ മര്യാദക്ക് എഴുതിയിട്ടില്ല, ചില പോയിന്റ്സ് അവർ മെൻഷൻ ചെയ്തത് നമ്മളത് ഈ കേസിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. വിൽ റീഡ് ദ ആൻസർ ടുഗദർ. ഓക്കെ, ഇതിൻ്റെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, ഇതിൻ്റെ ആൻസർ ഞാൻ അവിടെ പറഞ്ഞുതരാം. ഇത് ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്യാം. അനാലിസിസ് പാർട്ടിൽ, അതായത് ലാസ്റ്റ് നമുക്കിപ്പോൾ കൺക്ലൂഷൻ അറിയാം, അയാൾക്ക് കിട്ടുമോ കിട്ടൂലേ? അയാൾക്ക് കിട്ടും, ഇത് റിക്കവർ ചെയ്യാൻ പറ്റും, അവിടെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അനാലിസിസ് പാർട്ടിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുക ഈ പ്രൊവിഷനിൽ തന്ന കാര്യങ്ങളും ഈ ഫാക്റ്റും തമ്മിൽ ബന്ധം എന്താ എന്നുള്ള നമ്മൾ അനാലിസിസിൽ മെൻഷൻ ചെയ്യും. ഫാക്ട് ക്വസ്റ്റ്യനിൽ എന്താ തന്നു സമ്മറായിട്ട് എഴുതി. ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷനാണ് അനാലിസിസ് പാർട്ട്. ലാസ്റ്റ് കൺക്ലൂഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് സ്റ്റുഡൻസ് പേഴ്സണലി അയച്ചു തന്നിട്ടുള്ള പല ആൻസർ ഷീറ്റിലും കാണുമ്പോൾ അവർ ഇതൊക്കെ പക്കയായിട്ട് എഴുതിയിട്ടുണ്ടാവും. നിയമം എന്താ പറഞ്ഞത് എന്ന് എഴുതിയിട്ടുണ്ടാവും, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആപ്ലിക്കബിൾ ആവുമെന്ന് എഴുതിയിട്ടുണ്ടാവും. ആൻഡ് ദെൻ ആ കൺക്ലൂഷൻ്റെ പാർട്ട് അത് എന്തോ സ്റ്റുഡൻസിനോട് കോൺഫിഡൻസ് ഇല്ലാത്ത മാതിരി അതാണ് എഴുതിയിട്ടുണ്ടാവില്ല. ഇറ്റ് ഇസ് ആസ് ഇഫ് അതിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ ബേസിസിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബുദ്ധി ഉണ്ടല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഞാനിപ്പോൾ എന്താ എഴുതാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് കാര്യമില്ല. ക്ലിയർലി ദെയർഫോർ ഇങ്ങനെയാണ് സംഭവിക്കുക, ദെയർഫോർ ഇയാൾക്ക് ഇപ്പോൾ ഇവിടെ പൈസ റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇതിൽ എല്ലാ സ്റ്റെപ്സും ഇമ്പോർട്ടൻ്റ് ആണ്. യു കനോട്ട് ഷോർട്ട് ആയിട്ടാണ് എഴുതുക സെക്ഷൻ 69 ആപ്ലിക്കബിൾ ആവും, വേറെ ആൾ അടക്കേണ്ട ബൗണ്ട്, ലീഗലി ബൗണ്ടായിട്ട് അടക്കേണ്ട എമൗണ്ട് ഞാൻ അടച്ചതാണ്, റിക്കവർ ചെയ്യാൻ പറ്റും, ദാറ്റ്സ് ഇറ്റ്. റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യാം, ദാറ്റ്സ് ഇറ്റ്. ഇല്ല, മാർക്ക് കിട്ടൂല. പ്രൊവിഷൻ വരണം, ഫാക്ട് വരണം, അനാലിസിസ് വരണം, കൺക്ലൂഷൻ വരണം. പ്രൊവിഷൻ നിയമം എന്താ പറയുന്നത്, ഫാക്ട് ക്വസ്റ്റ്യനിൽ എന്താ തന്നത്, അനാലിസിസ് ഈ നിയമവും ആ ക്വസ്റ്റ്യനും തമ്മിലുള്ള ബന്ധം എന്താ, ലാസ്റ്റ് കൺക്ലൂഷൻ. ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ വന്നത് എന്നുള്ളത് മൈൻഡിൽ ക്ലിയർ കട്ട് പിക്ചർ വേണം വെൻ വി സോൾവ് ആൻ ആൻസർ. അതിനനുസരിച്ച് വി നീഡ് ടു വിഷ്വലൈസ്, വി നീഡ് ടു ഡ്രാഫ്റ്റ് ഇൻ അവർ മൈൻഡ് നമ്മൾ എത്ര വേർഡ്സ് എത്ര പോയിന്റ്സ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ഒരു 3 മാർക്ക് ക്വസ്റ്റിനും ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണമെങ്കിൽ വലിയ ടോപ്പിക് 3 മാർക്കായിട്ട് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ ഇപ്പോൾ നമുക്ക്
ഇതിപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റൻ അവരെന്താ ചോദിച്ചത്? മൈക്ക് LLC ഇൻകോർപ്പറേറ്റഡ് ഇൻ സിംഗപ്പൂർ ഹാവിംഗ് ഓഫീസ് ഇൻ പൂനെ. അനലൈസ് വെദർ മൈക്ക് LLC വുഡ് ബി കോൾഡ് ഫോറിൻ കമ്പനി. ഇത് ഫോറിൻ കമ്പനി ആണോ അല്ലേ? അപ്പോൾ സെക്ഷൻ 2+42 നമ്മൾ ഫോറിൻ കമ്പനി പ്രൊവിഷൻ പാരഗ്രാഫ്. അപ്പോൾ അവിടെ ഫോറിൻ കമ്പനി മീൻസ് എ കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. എന്നിട്ട് ഏജന്റ് ഫിസിക്കലി ഇലക്ട്രോണിക് ബോർഡ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കണ്ടക്ട് ബിസിനസ് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ആസ് മൈക്ക് LLC is incorporated in Singapore and has a place of business in Pune, it's a foreign company. ഇത് കൺക്ലൂഷൻ. ഇത് നമ്മൾ അനാലിസിസ് പാർട്ട്. ഈ ക്വസ്റ്റ്യനിൽ ഇഫ് യു കെയർഫുള്ളി ഒബ്സർവ്, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊവിഷൻ പറഞ്ഞു, ഫാക്ട് അവിടെ ആ കാര്യങ്ങൾ രണ്ടും ഇവിടെ മിക്സ് ആക്കി എഴുതി കൊടുത്തിട്ടുണ്ട്. മൈക്ക് LLC സിംഗപ്പൂരിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ്, പൂനെയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. അത് തന്നെയാണ് ഫാക്ട്, അത് തന്നെയാണ് കണക്ട് ചെയ്തിട്ട് ഒറ്റ സെൻറ്റൻസ് ആയിട്ടാണ് കൺക്ലൂഷൻ കൊടുത്തത്. വി ആർ നോട്ട് സെയിങ് ഇത് 4 പാരഗ്രാഫായിട്ട് വേണം. വി ആർ സെയിങ് സീക്വൻസ് ഓഫ് ആൻസർ എങ്ങനെ ആയിരിക്കണം. ആൻഡ് കെയർഫുള്ളി ഒബ്സർവ് ചെയ്യണമെങ്കിൽ 3 മാർക്സിന് അവർ ക്യൂട്ടായിട്ട് ഇത്ര എഴുതി കൊടുത്തിട്ടുള്ളൂ. ഇത് ചിലപ്പോൾ നിങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോൾ ഈ ടൈപ്പ് ചെയ്ത കോണ്ടന്റ് ഇതിനേക്കാൾ ഉണ്ടാവും നമുക്ക് എഴുതാൻ കേട്ടോ. റൈറ്റിംഗിൽ വരുമ്പോൾ ഹൗ ഡു യു മാനേജ് ദ ടൈം? ദാറ്റ് ഈസ് വേർ ഇപ്പോൾ നമുക്ക് 3 മണിക്കൂറിൻ്റെ എക്സാം ആണ്. 3 മണിക്കൂറിൽ നമുക്ക് 100 മാർക്സ് ആണ് എഴുതാനുള്ളത്. അപ്പോൾ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 180 മിനിറ്റ്സ്. 180 മിനിറ്റ്സ് ഉണ്ട് 100 മാർക്ക് അറ്റൻഡ് ചെയ്യാൻ, വിച്ച് മീൻസ് 1 മാർക്കിന് നമുക്ക് 1.8 മിനിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ 3 8 24 5.4 മിനിറ്റ്സ് ഉണ്ട്. ഈ 5.4 മിനിറ്റ്സിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കണ ടൈമും പെട്ടു എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളെ സ്പീഡും നിങ്ങളെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും, നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ, എത്ര ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം, അതൊക്കെ ഇറ്റ് ഓൾ കംസ് ഇൻ ടു പിക്ചർ. നിങ്ങൾക്ക് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റ്സ് എഴുതി കൊടുക്കാൻ പറ്റും. ഫോക്കസ്, കീപ്പ് ഇൻ മൈൻഡ്, സ്റ്റിക്ക് ടു ദ പോയിന്റ്. കുറേ വലിച്ചു വാരി കത്തിയടിക്കാൻ നിൽക്കരുത്. അവരെന്താണോ ചോദിച്ചത് അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് മേക്ക് ഷുവർ ക്ലിയർ ആയിട്ട്. അപ്പോൾ ഈ 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് ഇതേ സ്റ്റെപ്സ് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നീട്ടിക്കൊടുക്കും. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ ഏതൊക്കെ ഷോർട്ട് ആക്കാൻ പറ്റും അങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എഴുതും. ദ പോയിന്റ് ഇസ്, ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണോ വന്നത്, നമ്മൾ ഈ പറഞ്ഞ പാറ്റേണിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് കേസ് സ്റ്റഡി ക്വസ്റ്റ്യനിലാണ് ഉള്ളത്. XYZ Limited was incorporated to hold a patent for a new product. Company is expecting to start its commercial production within 2 years, next 2 years. അപ്പോൾ ആ ടൈമിനുള്ളിൽ ഫോർ ടൈംലി ആ സമയത്ത് ടൈംലി ഇൻസ്റ്റലേഷൻ ദ കമ്പനി ഹാഡ് പ്ലേസ്ഡ് പർച്ചേസ് ഓർഡർ ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി വിത്ത് എ ഡൗൺ പേയ്മെൻറ്റ് ഓഫ് ₹1 CR റെഫറിംഗ് ടു ദ പ്രൊവിഷൻസ് കമ്പനീസ് ആക്ട്. ഇത് ഡോർമൻ കമ്പനിയുടെ സ്റ്റേറ്റസ് കിട്ടും. ഡോർമൻ കമ്പനീസ് ആക്ട് സെക്ഷൻ 455 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമ്മൾ ഡോർമൻ കമ്പനി എന്താണെന്നൊക്കെ എഴുതി കൊടുത്തു. ഇവിടെയും പലപ്പോഴും സജസ്റ്റഡ് ഈ സർട്ടിഫൈഡ് കോപ്പീസ് കാണുമ്പോൾ സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഡോർമൻ കമ്പനി എന്താണെന്ന് അറിയാം, ഞാൻ ഫുൾ എഴുതി കൊടുക്കുക. ഇനാക്റ്റീവ് കമ്പനി, ഫ്യൂച്ചർ പ്രൊജക്റ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത കമ്പനി, മീൻസ് ഡെഫിനിഷൻ ഫുള്ള് വലിച്ചു വാരി കത്തിയടിച്ചാണ് കൊടുത്തിട്ടുണ്ടാവും. കൺക്ലൂഷൻ ചിലപ്പോൾ എഴുതിയിട്ടേ ഉണ്ടാവില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ ചോദിക്കണത് എന്നുള്ള പോയിന്റ് ഹാവ് എ പ്രോപ്പർ ക്ലാരിറ്റി. ഇവരുടെ റിക്വയർമെൻറ്റ് എന്താ, ഇവർക്ക് ഡോർമൻ കമ്പനിയുടെ സ്റ്റേറ്റസ് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ കൺക്ലൂഷൻ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. Therefore XYZ Limited cannot acquire the status of dormant company. ഇത് ക്ലിയർ ആയിരിക്കണം. ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്യണ പോയിന്റ് എന്താ, ഡോർമൻ കമ്പനിയുടെ ഡെഫിനിഷൻ നമ്മൾ എഴുതി കൊടുക്കും. ഇനി ഇവിടെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താ, ഇപ്പോൾ 1 CRൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങാമെന്ന് പറയുമ്പോൾ ഡോർമൻ കമ്പനി വാസ് വെരി ഇമ്പോർട്ടൻറ്റ് കീവേഡ് ഓവർ ദർ വിച്ച് ഇസ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഇല്ലാത്ത കമ്പനിയാണ് ഡോർമൻ കമ്പനി. വാട്ട് ഇസ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ? അപ്പോൾ അവിടെ 4 ട്രാൻസാക്ഷൻസ് അല്ലാത്ത ട്രാൻസാക്ഷൻസ് ആണ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തോ അതൊരു സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആണ്, വിച്ച് മീൻസ് നിങ്ങൾക്ക് ഡോർമൻ എന്നുള്ള സ്റ്റേറ്റസ് കിട്ടൂല. ആ പോയിന്റ്സ് നിങ്ങളെ ആൻസർ ഷീറ്റിൽ മസ്റ്റ് ആയിട്ട് വരണം. ഡോർമൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് ഫോർ എ ഫ്യൂച്ചർ പ്രോജക്റ്റ്, ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാൻ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ ഈ പാറ്റന്റ് ഹോൾഡ് ചെയ്യാൻ അതൊക്കെ കുഴപ്പമില്ല. നോ സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, ഇതാണ് ഇവിടുത്തെ നമ്മൾ മെയിൻ പോയിന്റ്. സച്ച് കമ്പനി, ഇനാക്റ്റീവ് കമ്പനി, രജിസ്റ്റർ ആൻഡ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇനി ഈ കേസിൽ എന്താ സംഭവിച്ചത്, XYZ Limited ഹാസ് മേഡ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, ഡൗൺ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അണ്ടർ അപ്പോൾ ഡസ് നോട്ട് മീറ്റ് ദി ക്രൈറ്റീരിയ, അതുകൊണ്ട് അവർ ഡോർമൻ കമ്പനി എന്നുള്ള സ്റ്റേറ്റസ് കിട്ടൂല. ഓക്കെ, വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ഫോറിൻ കമ്പനി ഓൾസോ. സോ ഈ സംഭവം ഒന്നും നമ്മൾ
കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിലുള്ള കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിൽ തന്നെ ദർ മൈറ്റ് ബി അനദർ പെർട്ടിക്കുലർ ടൈപ്പ്. ഇപ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് ചില സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ജോയിൻറ്റ് പ്രോമിസേഴ്സിൻ്റെ കേസൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ജോയിൻറ്റ് പ്രോമിസേഴ്സ്. അപ്പോൾ എക്സും വൈയും സെഡും എൻ്റെ അടുത്ത് പൈസ കടം വാങ്ങി. അപ്പോൾ എക്ക് എക്സിന് മാത്രം ഫോഴ്സ് ചെയ്യാൻ പറ്റുക പൈസ കൊടുക്കാൻ, അതൊരു സബ് ക്വസ്റ്റ്യൻ. ഇനി അങ്ങനെ ഫോഴ്സ് ചെയ്താൽ എക്സിന് വൈൻ്റെ സെഡിൻ്റെ അടുത്ത് റിക്കവർ ചെയ്യാൻ പറ്റുമോ? അത് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് സെഡ് ഇൻസോൾവെൻ്റ് ആണെങ്കിൽ? തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊവിഷൻ പാരഗ്രാഫ് എങ്ങനെ എഴുതും? നമ്മൾ ഓരോന്നിനും വീണ്ടും പ്രൊവിഷൻ റിപ്പീറ്റ് ചെയ്യണോ, അതോ ഒറ്റ കോമൺ പ്രൊവിഷൻ എഴുതിയാൽ മതിയോ? ഏത് മെത്തേഡും അഡോപ്റ്റബിൾ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടും ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എല്ലാ സബ് ക്വസ്റ്റ്യൻസിൻ്റെയും പ്രൊവിഷൻ പാരഗ്രാഫ് സെയിം ആണെങ്കിൽ നിങ്ങൾ പ്രൊവിഷൻ ഒറ്റ വട്ടം എഴുതിയിട്ട് ബാക്കി ഓരോ സബ് ക്വസ്റ്റ്യൻസിന് ഫാക്ട് അനാലിസിസ് കൺക്ലൂഷൻ എന്നുള്ള രീതി കൊടുത്താൽ മതി. ചില കേസിൽ പ്രൊവിഷൻ എല്ലാം കൂടി ഒന്നിച്ച് ഒറ്റ പാരഗ്രാഫായിട്ട് കുത്തിക്കൊള്ളിക്കൽ പോസിബിൾ ആവില്ല. അവിടെ നമ്മൾ സെപ്പറേറ്റ് പ്രൊവിഷൻ ഓരോന്നിനും കൊടുത്തിട്ടും അതിൻ്റെ പ്രൊവിഷൻ ഫാക്ട് അനാലിസിസ് കൺക്ലൂഷൻ, പ്രൊവിഷൻ ഫാക്ട് അനാലിസിസ് അങ്ങനെ എഴുതാനും പറ്റും. ആൻഡ് വെൻ വി സേ പ്രൊവിഷൻ പാരഗ്രാഫ്, കീവേഡ്സ് ഫോക്കസ് ചെയ്താൽ മതി. നോട്ട് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ എല്ലാ സാധനം വേർഡ് ടു വേർഡ് ബൈ ഹാർട്ട് എഴുതണം എന്നല്ല നമ്മൾ പറയണത്. കീവേഡ്സ് ഫോക്കസ് ചെയ്യുക. കീവേഡ്സ് ഏതൊക്കെ ഫാക്കൽറ്റി നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ടൈം ഒരേ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ യു വിൽ സി അതിങ്ങനെ റിപ്പീറ്റഡ്ലി ഈ വേർഡ് വന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് എ കീവേഡ്, അത് മെൻഷൻ ചെയ്യുക. ദാറ്റ് വാസ് അബൌട്ട് മൾട്ടിപ്പിൾ സബ് ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ്റെ കേസിൽ. അനദർ തിങ് ഐ വുഡ് സേ ഇസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അക്കൗണ്ട്സിലൊക്കെ ഒരു സ്ട്രിക്റ്റ് പാറ്റേൺ ഉണ്ട്, ലോയിൽ നമുക്ക് അങ്ങനെയല്ല. അത് നമുക്കൊരു ഡേഞ്ചറസ് പോയിന്റ് തന്നെയാണ്. ലോ നമുക്ക് സി ഇൻ്റർമീഡിയറ്റിലും വരാൻ പോകുന്നുണ്ട്. ഐ വുഡ് സജസ്റ്റ് യുവർ ഫോക്കസ് ഷുഡ് ഓൾവേസ് ബി, ഇത് എല്ലാ സബ്ജക്റ്റും ഉണ്ട്, കംപ്ലീറ്റ് CA കോഴ്സിൽ ഫോക്കസ് ഷുഡ് ഓൾവേസ് ബി മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. നമുക്ക് നോ മാറ്റർ എത്ര നമ്മൾ വൃത്തിക്ക് ഒരു ആൻസർ എഴുതി കഴിഞ്ഞാലും ചിലപ്പോൾ അതിൽ ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളൊരു തിയറി സബ്ജക്റ്റിൽ ഭയങ്കര റെയറാണ്. കാരണം പ്രാക്ടിക്കൽസിൽ സ്ട്രിക്റ്റ് ഫോർമാറ്റ് ഉണ്ട്. അക്കൗണ്ട്സ് ആയാലും ടാക്സ് ആയാലും കോസ്റ്റിംഗ് ആയാലും ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ ഫോർമാറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 100 ഔട്ട് ഓഫ് 100 കിട്ടിയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ തിയറി പേപ്പേഴ്സിൽ 100 ഔട്ട് ഓഫ് 100 കിട്ടിയില്ല. ഞാൻ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ, അല്ലെങ്കിൽ പാനിക് അടിക്കാനുള്ള കാര്യം എന്നുള്ള രീതിയിലല്ല പറയണത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇത് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ സ്റ്റെപ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റും. ഈ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ 1 മാർക്കിന് 1.8 മിനിറ്റ് എന്നുള്ളത് നിങ്ങൾ പക്കയായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ 3 മാർക്ക് ക്വസ്റ്റിന് 5.4 മിനിറ്റ്സ്, ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതൽ ടൈം ഞാൻ ആ ക്വസ്റ്റിനിൽ സ്പെൻഡ് ചെയ്യൂല. അത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അവിടെ സ്പേസ് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുക. ഇങ്ങനെ ആ ഫോക്കസ് ഷുഡ് ഓൾവേസ് ബി മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക, ആസ് കമ്പയർഡ് ടു കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്തു, എന്നിട്ട് ഇതിൽ നിന്ന് നോ മാറ്റർ എത്ര പെർഫെക്ഷൻ ആയി കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അതിൽ ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. മാർക്ക് അവിടെ നഷ്ടപ്പെടാനുള്ള റീസൺസ് ലൈക്ക് വി ഹാഡ് മെൻഷൻഡ്, ജനറൽ ആൻസേഴ്സ് എഴുതി, നിങ്ങൾ പ്രൊവിഷൻ പ്രോപ്പറായിട്ട് എഴുതിയില്ല, കൺക്ലൂഷൻ കൊടുത്തില്ല. ആ ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാക്ടിക്കൽ ഡിസ്കഷൻസ് ഇവിടെ ചെയ്തത്. നമ്മൾ ലാസ്റ്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞ് ഡിഫറൻസ് ടൈപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. ഡിഫറൻസ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ മേക്ക് ഇറ്റ് എ ഹാബിറ്റ് 3 കോളം പ്രസൻറ്റേഷനിൽ ചെയ്യാം. ഒരു പോയിന്റ് ബേസിസിന് കൊടുക്കുക. ബേസിസിന് പോയിന്റ് എന്താ നിങ്ങൾക്ക് ഓർമ്മയില്ല, കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇവിടെ എഴുതാൻ പോണ പോയിന്റ്സിൻ്റെ ബേസിൽ, ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു ഫേമും കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെ ഇവിടെ എഴുതാൻ പോണ പോയിന്റ്സിൻ്റെ ബേസിസിൽ ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, അങ്ങനെ ഓരോ പോയിന്റ്സ് എഴുതി കൊടുക്കുക. 3 കോളം പ്രസൻറ്റേഷൻ. എത്ര പോയിന്റ്സ് എഴുതണം? 5 മാർക്കിന് 5 പോയിന്റ്സ്, അങ്ങനെ യാതൊരു ക്രൈറ്റീരിയ ഇല്ല. ഐ വുഡ് സജസ്റ്റ് ദ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റിന് ഈ 5.4 മിനിറ്റ്സ് ഉണ്ടല്ലോ, അതിൽ എത്ര പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുമോ അത്രയും ആ ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ട് എഴുതി കൊടുക്കാൻ നിൽക്കുക. ഓവറായിട്ട് കത്തി അടിക്കാൻ നിൽക്കരുത്. സാറേ ഡോർമെൻറ്റ് കമ്പനിയിൽ നിങ്ങൾക്ക് കുറേ പഠിച്ചു സാറേ, എന്നാൽ ഞാൻ ഡോർമെൻറ്റ് കമ്പനി ഫുൾ എഴുതി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഫോറിൻ കമ്പനി എനിക്ക് കുറേ അതിൻ്റെ എക്സെപ്ഷൻസും കണ്ടീഷൻസും എല്ലാ സാധനം എനിക്കറിയാം, അത് ഞാൻ കുറേ ആൻസർ ഷീറ്റിൽ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ എഴുതിയിട്ടുമുണ്ട്, എന്നിട്ട് കൺക്ലൂഷനും എഴുതിയിട്ടുണ്ടാവും, എന്നിട്ട് പറയാം ഞാൻ ഫുൾ എഴുതിയില്ല സാറേ, എനിക്ക് മാർക്ക് വല്ലാതെ കിട്ടിയില്ല, കുറേ കട്ടായി. ദ തിങ് ഈസ്, എല്ലാ ചപ്പും ചവറും എഴുതുമ്പോൾ നിങ്ങളെ മെയിൻ പോയിന്റ്സ് അതിൻ്റെ ഇടയിൽ മിക്സപ്പ് ആയിട്ട് പോകും. അതിലേക്ക് ഇവാലുവേറ്ററിൻ്റെ ഫോക്കസ് പോകണം എന്നില്ല. അവിടെ നിങ്ങൾക്ക് മാർക്ക് മിസ്സാവുകയും ചെയ്യും. മേക്ക് ഇറ്റ് ഹാബിറ്റ്, സ്റ്റിക്ക് ടു ദ പോയിന്റ്. നിങ്ങൾ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ. നിങ്ങൾക്കൊരു ടോപ്പിക്ക് നല്ലോണം അറിയാം, ഓവർ എക്സൈറ്റഡ് ആയാൽ ഫുൾ എഴുതി കൊടുക്കാതെ അവരെന്താണോ ചോദിച്ചത് അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. എന്നാൽ ആ മാർക്സ് റെസ്പെക്ട് ചെയ്യാനും നോക്കുക. അവർ ചോദിച്ച കാര്യങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ക്വസ്റ്റിനെ അലോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ടൈം ഉണ്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ റൈറ്റ്, റെലവൻറ്റ് ടു ദാറ്റ് ടോപ്പിക് എഴുതി കൊടുക്കുക. ഇനിയുള്ള റിമൈനിങ് ഡേയ്സിൽ ഐ വുഡ് സജസ്റ്റ് നിങ്ങൾക്ക് ലോ എന്നുള്ള പേപ്പറിൽ പ്രസൻറ്റേഷനിൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ഡെയിലി കുറച്ച് ക്വസ്റ്റ്യൻസ് റൈറ്റിംഗ് പ്രാക്ടീസ് കൊണ്ടുവരാൻ നോക്കുക.
റൈറ്റിംഗ് പ്രാക്ടീസ് എങ്ങനെ കൊണ്ടുവരിക? ഇൻസ്റ്റിറ്റ്യൂട്ട് തന്ന ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ആൻസർ വായിച്ച് നോക്കരുത്, നിങ്ങൾ സ്വയം ആൻസർ എഴുതി നോക്കുക. എന്നിട്ട് അവർ തന്ന ആൻസറുമായിട്ട് മാച്ച് ആക്കുക. മാച്ച് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നിങ്ങളെ കൺക്ലൂഷനും അവരുടെ കൺക്ലൂഷനും കറക്റ്റായി അങ്ങനെ ഹാപ്പി ആയിട്ട് കാര്യമില്ല. ചെക്ക് എവറിത്തിങ്. അവരുദ്ദേശിച്ച പ്രൊവിഷൻ തന്നെയാണോ നിങ്ങൾ കോട്ട് ചെയ്തത്? അതിൻ്റെ നിങ്ങളെ ഫാക്റ്റിൻ്റെയും അനാലിസിസിൻ്റെയും പാർട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ തന്ന ക്വസ്റ്റ്യൻ ആ പ്രൊവിഷനിലേക്ക് കണക്ട് ചെയ്തത്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുക. യെസ്, നിങ്ങളെ ആൻസർ അവരെ ആൻസറുമായിട്ട് 100% മാച്ച് ആവണം എന്നില്ല. നമ്മൾ ഉദ്ദേശം 100% ആക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ നിങ്ങളിപ്പോൾ 40% എത്തുന്നുണ്ടാവുള്ളൂ. ബട്ട് ദ മോർ ദി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് യു പ്രാക്ടീസ് ലൈക്ക് ദിസ്, പിന്നെ അത് ഇമ്പ്രൂവ് ആയി 50 ആയി 60 ആയി 70 ആയി അറ്റ്ലീസ്റ്റ് 100% ആയില്ലെങ്കിലും എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറേ മിസ്റ്റേക്സ് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും, കുറേ കീവേഡ്സ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ലാംഗ്വേജിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടാവും. സോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവർ പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസിലുള്ള സജസ്റ്റഡ് ആൻസേഴ്സ് RTP അതൊരു ബെഞ്ച് മാർക്ക് ആക്കി കീപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രസൻറ്റേഷൻ അവരുടെ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ദാറ്റ്സ് ഇറ്റ്. I presume I had covered all the points. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺസേൺസോ ഉണ്ടെങ്കിൽ I have left my number over here. Leave me a message. Okay.